പൊതുജനത്തിന്റെ കൈ പൊള്ളിച്ച് രണ്ടാഴ്ചക്കിടെ നാലാം തവണയും രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. 12 ദിവസത്തിനിടെ കൂട്ടിയത് 8 രൂപയാണ്. മുതലാളിത്ത സുഹൃത്തുക്കളെ സമ്പന്നരാക്കാൻ മോദി ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന തിരക്കിലാണെന്നും കോൺഗ്രസിന്റെ വിമർശനം. അതേസമയം ആഗോള എണ്ണവില രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായി. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $98.83 വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വർഷ ഗിരീഷ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്കാണ് പോകുന്നത്. ബൽറാം, രണ്ടാഴ്ചക്കിടെ ഇതാ നാലാം തവണയാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച. ശ്രീനിധി, ജനങ്ങളെ വലിയ തോതിൽ പ്രതിസന്ധിയിലും ആശങ്കയിലുമാക്കുന്ന തീരുമാനമാണ് ഈ എണ്ണ വിതരണ കമ്പനികളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാഴ്ചക്കിടെ ഇത് നാലാം തവണ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഡീസലിന് 2 രൂപ 71 പൈസയും പെട്രോളിന് 2 രൂപ 61 പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഇതോടെ ഡീസലിന് 95.2 രൂപയും പെട്രോളിന് 102.12 രൂപയുമായിരിക്കുകയാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡൽഹിയിൽ പെട്രോളിന്റെ വില 100 രൂപയ്ക്ക് മുകളിൽ വീണ്ടും എത്തുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത് മറ്റ് മേഖലകളെ കൂടി ബാധിക്കുന്നു എന്ന് തന്നെയാണ്. പച്ചക്കറി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ ഇത് ഇടയാക്കിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, തുടർച്ചയായി ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു ആലോചന ഈ പെട്രോളിയം വിതരണ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കൂടിയത് മാത്രമല്ല, ഇനിയും ഇത്രത്തോളം തന്നെ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം പെട്രോളിയം കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നു. സ്വന്തം സുഹൃത്തുക്കളെ രക്ഷിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നത് എന്നുള്ള പ്രതികരണമാണ് കോൺഗ്രസിൻ്റെതായി വന്നിരിക്കുന്നത്. പണപ്പെരുപ്പം കാരണം ആളുകൾ ദുരിതത്തിലാണ്, പക്ഷേ ഈ കൊള്ളയടി അത് നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല എന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു അനിയന്ത്രിതമായ വിലക്കയറ്റം, ഒപ്പം തന്നെ അടിക്കടിയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഇതിനൊരു അറുതി വേണമെന്ന ആവശ്യം തന്നെയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.